പാതിരാത്രി ഒരു വീട്ടിൻ്റെ മുമ്പിൽ വണ്ടിയൊക്കെ പാർക്കിയിട്ട് നിൽക്കുകയാണ്. അടുത്ത ലുക്ക് ഇതാണ്. ഞാൻ വിചാരിച്ചേ നമ്മള് തടി നിങ്ങൾ എടുക്കുന്നുണ്ടോ പോലീസ്? അവർക്ക് മനസ്സിലായൊന്നുമില്ല. നിങ്ങളുടെ ഈ അവസ്ഥയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവൻ മേടിച്ച് ഞാൻ കൊടുക്കും. അസ്സലാമു ഡേയ്, എനിക്ക് ഈ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകണം, പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ പോകണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം. പക്ഷേ എൻ്റെ ജോലി അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നി, ഇതിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് നോക്കാം, എന്താവും എന്നൊക്കെ നോക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ട് മെഡിക്കൽ ലീവിന് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ ലീവ് എടുത്തിട്ട് ഞാൻ നാട്ടിലോട്ട് പോവാണ്, ഇവിടെ ഖത്തറിൽ നിന്ന്. പക്ഷേ ഞാൻ നാട്ടിലൊന്നും ആരുടെ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വരുന്ന ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് അവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഒരു പയ്യനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ അതെന്തായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും ഒക്കെ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, പണ്ടേ ഉള്ള ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ചാനലിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഷോർട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നല്ലാണ്ട് ലോങ് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് പോലെ ഞാൻ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് ചെന്ന് കയറാൻ പോവാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പ് ബാഗുണ്ട്, ഈ ബാഗുണ്ട്. വെയിറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇത് നോക്ക്, ഇത്രയും വലിയ ഇതുണ്ട്. അവർ അലൗഡാണോന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. അപ്പോൾ നോക്കാം. ഇത്രയും നാൾ എൻ്റെ കൂടെ സഹത സഞ്ചാരിയായിട്ട് കൂടെ എന്നവരാണ് ഇവർ. കരയുന്നാളേ സാധക്കെ പോകുന്നതിൽ സങ്കടം ഉണ്ടാളിയാ? എല്ലാം ശരിയാവില്ല, മിസ് ചെയ്തു. ഓക്കെ, നമ്മളെ തബ്ബാക്കായിരുന്നു ഇത്രയും കാലം നമ്മളെ ഫുഡ് ഉണ്ടാക്കി തന്ന് നമ്മളെ ഇതായിക്കൊണ്ടിരുന്ന നമ്മളെ സ്വന്തമാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തായിട്ടുള്ള നവാസക്കാനെ കണ്ട് പുള്ളിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി കിടന്നു. ഈ കാണുന്ന ഖത്തർ എയർവേസിലായിരുന്നു ഞാൻ പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ അന്ന് ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ സ്വന്തം KSRTC എടുത്തു. നമ്മുടെ മയിൽവാഗൻ അത് ഇരിക്കുന്നേ എന്തേ അവിടെ കയറിയിട്ട് നമുക്ക് അവിടെ വയ്ക്കും, പ്രശ്നമില്ല. നമ്മുടെ KSRTC കുറിച്ച് എന്താണ് പറയുന്നത്? പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പം AC ഒന്നും ഇട്ട് തരാതെ ആദ്യം കുറേ രാത്രി പുഴുക്കി ചേട്ടാ. പക്ഷെ അന്ന് എടുത്തപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഓക്കെ. അങ്ങനെ നമ്മളെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നെത്തി. അയ്യവാ, നമ്മളെ മഞ്ഞക്കിളി എത്തി. പമ്പം പ്ലാനിങ് ഒക്കെയാണ്, എന്താവും അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ പോയി സർപ്രൈസ് പമ്പം പരിപാടിയാണ്. വണ്ടി എടുത്തപ്പോൾ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും തോന്നിയില്ലല്ലോ വാപ്പാക്ക്? വണ്ടി എടുത്തപ്പോഴത്തേക്കും വാപ്പാക്ക് ഡൗട്ടൊന്നും ഇല്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേ മാമക്കാർ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. തൂക്കോ ചോദിച്ചാൽ അറിയാം എന്തിന്റെ അവിടെ പോകണം. അവൻ എന്തിന്റെ കഴപ്പാണെന്ന് നോക്കണം, അതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റുന്നു. സംഭവം ഇപ്പൊ ചെന്ന് കയറി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. നമുക്ക് നാളെ പ്ലാൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോവാം, അതേ നടക്കും. ഇപ്പൊ വണ്ടി എടുത്തതിൽ തൂക്കത്തൊന്നും ഇല്ലല്ലോ, ഒരു ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഡൗട്ടൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയണത്, എന്താവോന്ന് അറിയാം. നിന്റെ അടുത്താണ് ഫുൾ ഏൽപ്പിച്ചിട്ടുള്ളത്. എങ്ങാനും പ്ലാൻ കൊളാവേണമെന്നുണ്ടെങ്കിൽ നിന്റെ മണ്ടയ്ക്കായിരിക്കും നോക്കിയാ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും വാപ്പന്റെ അടുത്ത് ചോദിച്ച് എവിടെ പോകണം ഇങ്ങനെ വിളിച്ച് വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ. അത് അവൻ എപ്പോഴും വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ തന്നെ പണി പറഞ്ഞാലോ. അല്ല, ഇത് സംഭവം എന്ന് വെച്ചാൽ മറ്റേ വണ്ടി പണിയായതിന്റെ ഒരു കേസ് പറഞ്ഞിട്ടാണ് അവർ ഈ പറഞ്ഞ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് വെറുതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നീ ആ ഒരു കേസ് അവിടെ പറയുന്നുള്ള എന്റെയും മനസ്സിലില്ലല്ലോ. അത് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും തൂക്കിയിട്ടില്ലല്ലോ. പരിപാടി മൊത്തത്തിൽ കൊളായി. ലോഡ്ജിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞ് ചെന്നിട്ട് ആറ്റിങ്ങിൽ എങ്ങനെ റൂമില്ല, എല്ലാം ഫുള്ള് ഓണമായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളെ ചെറുക്കനെ വിളിച്ചു വരുത്തി അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് പെങ്ങളെ വീട്ടിൽ പോയി കിടന്നിട്ട് രാവിലെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ. എന്താവും എന്ന് അറിഞ്ഞൂടാ.
ഇവിടെ വണ്ടി എടുത്തെന്ന് പറഞ്ഞ പ്രശ്നമില്ലല്ലോ. അത് രാത്രി ഒരു വീട്ടിൻ്റെ മുമ്പിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ നടക്കുമെന്ന് എനിക്ക് അറിയാം. മിക്കവാറും അത് പൊളിയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും ഫോണും മൈക്കും കാര്യങ്ങളെല്ലാം ചാർജ് ഇട്ടേ പറ്റൂ. അപ്പോൾ തൽക്കാലം നമ്മളെ ചെറുക്കനെ വിളിച്ചിട്ട് അവൻ്റെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. അവിടുത്തെ സർപ്രൈസ് എന്തായാലും പൊളിയും. ബാക്കി നാളത്തെ എന്തായാലും അടിപൊളിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്. സമയം ഇപ്പോൾ 2 മണിക്ക് മേളിലായി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ചെറുക്കൻ്റെ റൂമിലെത്തി കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഉമ്മ വന്ന് കഥ തുറക്കുമ്പോഴത്തേക്ക് എന്നെ കാണണം. അതായിരുന്നു പ്ലാൻ. പക്ഷേ 6 മണി എന്നുള്ളത് 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി. 7 മണിക്ക് ഇവനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇപ്പം സമയം 10 മണിക്ക് മേളിലായി. ഇനി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പ്ലാൻ എല്ലാം കൊളാവും. അതുകൊണ്ട് ഇവനെ നൈസായിട്ട് അവിടെ പറഞ്ഞു വിട്ടിട്ട് ഫാൻ ഇളകി തറയിൽ വീണെന്നും പറഞ്ഞിട്ട് വിളിച്ചിറക്കാനുള്ള പരിപാടിയാണ്. ഇവൻ്റെ ഫോണിൽ കൂടെ നമ്മളവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലേ കറക്റ്റ് കിട്ടും. കാര്യം വെളിയിൽ ലൈറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് ഇട്ടിട്ട് പോലെ വെട്ടമില്ലല്ലേ. സംഭവം മുട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. സാധനം തുറന്നു റൂമിലെ ഫാൻ റൂമിലെ ഫാൻ ഞാൻ കടക്കായിരുന്നു. നോക്കിയപ്പോൾ ഭയങ്കര ഇല്ല ഇല്ല. ഹായ് മാഡം, നിങ്ങളുടെ സ്ലിപ്പുണ്ടോ? ഞാൻ എന്താ ഇന്ന് രാവിലെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സർപ്രൈസ് വിസിറ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? പക്ഷെ രാവിലെ നീ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ സമയം 10 മണിയായി, ഇതുവരെ വന്നില്ല. അതുകൊണ്ട് പക്ഷെ നീ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ് 7 മണിക്ക് എണീറ്റിരിക്കാൻ തുടങ്ങിയാണ്. എൻ്റെ മറ്റുള്ള പ്ലാൻ എല്ലാം എന്ന് മിക്കവാറും കൊളാവേണമെന്നുണ്ടെങ്കിൽ തന്നെ നോക്കിയോ. വീഡിയോ അടിച്ച ഓടിക്കളഞ്ഞ്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത്തിരി കൂടെ നേരത്തെ ആയിരുന്നുണ്ട് എൻ്റെ ടൈം ഇത്രയും പോകില്ലായിരുന്നു. ഇതിപ്പോൾ 10 മണിയായി. എക്സ്പ്രഷൻ കിട്ടിയതില്ല, എല്ലാം കിട്ടിയാല് ഓടിക്കളഞ്ഞ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആവട്ടെ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളൊരു മേക്കപ്പ് സെറ്റിലൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്തരാവും നോക്കട്ട്. ഈ ഒരു ലുക്കിലാണ് അവിടെ ചെന്ന് കയറുന്നത്. എന്തായിരിക്കും റിയാക്ഷൻ എന്നൊന്നും അറിഞ്ഞൂടാ. ബാക്കി അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ാണ് അവിടെ ചെന്ന് കയറാൻ പോണത്. ഒരു പാപ്പ സെറ്റപ്പിൽ എന്തരാവോ നോക്കട്ടെ. ഒന്നും പറയണ്ട, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ശകനക്കേടാണ്. ഒന്നീ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ശകുനക്കേട്. അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ട് പല പ്രശ്നങ്ങൾ, എയർപോർട്ടിലൊരു വിഷയങ്ങൾ, അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയതിന് ശേഷം റൂം കിട്ടുന്ന വിഷയങ്ങൾ, കാര്യങ്ങൾ വന്ന് എന്നും രാവിലെ 7 മണിക്ക് എണീക്കുന്ന, ഒരു 10 മണിക്ക് എണീക്കുന്ന, മൈക്ക് കണക്റ്റാവില്ല. മൈക്ക് 3, 4, 5 തവണയ്ക്ക് മുകളിൽ കണക്റ്റ് ആവും. ഞാൻ എടുത്ത കുറേ ഫുട്ടേജുകൾ അങ്ങനെ മിസ്സായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം നമ്മൾ ആഡ് ചെയ്യും. എന്നാലും അതൊരു ഇത്. ഇപ്പം എന്താ നോക്ക്, മുട്ടൻ ബ്ലോക്ക്. ഇവിടെ മുട്ടൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടൻ ബ്ലോക്ക്. ഇവിടെ ആക്സിഡൻറ്റ് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. തേച്ച് വെച്ച മേക്കപ്പുകൾ മൊത്തം ഒലിച്ചു പോയി തുടങ്ങി. എനിക്കറിയാൻ വേണ്ട എന്തരാണെന്ന്. ഒന്നീ നല്ലതിനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തിനോ ഭയങ്കര ശകുനം. പിന്നെ എല്ലാം ഞാനൊരു പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കയറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ പോവാണ്. അതല്ലേ നമ്മുടെ എന്തായാലും നമ്മൾ മെനക്കെട്ട്. സ്വന്തം കടുവപ്പള്ളി സംഭവം. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് മാസ്ക് ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. എന്താവും അറിഞ്ഞു. അല്ല നമ്മൾ അവിടെ നിന്ന് വന്നതാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സൗണ്ട്. നോക്കട്ടെ കിട്ടുമെന്ന്. ബോറൊന്നുമില്ലല്ലോ, ഓറല്ലേ, കുഴപ്പമില്ലല്ലോ. മുണ്ട എങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക അല്ലേ. സംസാരിക്കണ്ടേ നമുക്ക്. ഇതാണ് വഴിയിൽ അവിടെ വന്ന് കിടന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അല്ല, ഇതാണ് വീട്. ഇവിടെ ആരും ഇല്ലെന്നാ തോന്നണം. അല്ല, ഇവിടെ നിന്ന് വന്ന് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമാണ് പറയേണ്ടത്. വഴി ഞങ്ങൾക്ക് ഇതിൻ്റെ വൈകി വഴി കാണിച്ചു തരാൻ ഇതിൻ്റെ വഴി ഇതിൽ വന്നിട്ട് ഇതിലേ വാ, നീ അത് പിടിച്ചാണ്. ഇത് അന്ന് അവർ തള്ളിയിടല്ലെന്ന് പറഞ്ഞിട്ട് ആരേ നമ്മളെ മതിലിടിച്ച് പൊളിച്ചു കളഞ്ഞു.
മതിൽ വിളിച്ചേനെ പറഞ്ഞ് പോലീസ് വന്ന്. പറയോ ഇതൊക്കെ പൊളിച്ചളഞ്ഞാര്? നിങ്ങളിങ്ങോട്ട് ഇറങ്ങണി. ഇതൊക്കെ പൊളിച്ചളഞ്ഞാര്? ഇതൊക്കെ ആര് പൊട്ടിക്കണ മക്കളെ? ആ അറിഞ്ഞൂടെ? ഇത് തുറന്നാണ്. ഇവിടെ ആരുണ്ട്? ഇതൊക്കെ ഇവിടെ പൊളിച്ചളഞ്ഞതാര്? ഇറങ്ങടാ. ഇത് ഇങ്ങനെ വെച്ചാൽ പറ്റൂല, നമുക്കിത് കെട്ടണം. ഇതേപോലെ ഇത് ഈ സൈഡും പൊട്ടിക്കണം. ഈ സൈഡ് പൊളിക്കണം. വീഡിയോ മക്കളാ, വീഡിയോ അതൊക്കെ പൊളിച്ചിട്ട് ഇത് ഇങ്ങനെ പറ്റൂല. വീഡിയോ അത് വീഡിയോ വാ. വീഡിയോ വാ. ഇങ്ങനെ വാ. ഇനി വീഡിയോ ഇത് വീഡിയോ അത് ഇങ്ങനെ വാ. എൻ്റെ ഇത് പറ്റൂല. പ്രതീക്ഷ കിട്ടില്ല. നീ കേറി വരണ്ട. അപ്പോഴേ പേടിച്ച. നിനക്ക് കത്തിയില്ല? അല്ല കത്തിയില്ല. എന്നിട്ട് കത്തിയില്ല. ഉണങ്ങിയാണ് എൻ്റെ ആകെ ഒരു കോൺഫിഡൻസ്. എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മതി. പക്ഷെ നിങ്ങളെ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പ്രഷനാണ് ഞാൻ പ്രതീക്ഷ. എന്നാലും ഇത് ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഓക്കെയാണ്. പിന്നെന്താ ഞാൻ ഇന്നലെ അറിയുന്ന. എങ്ങനെ ഉണ്ട് നിങ്ങളെ പ്രാങ്കിനെ കുറിച്ച് 2 അഭിപ്രായം പറയും. അവിടെ നിന്ന് വിളിച്ച് പറയല്ലേ? ഞാൻ അങ്ങോട്ട് പോകണം. വീട്ടില് നിനക്ക് മനസ്സിലായില്ല എന്നെ? നിനക്കെന്നെ മനസ്സിലായില്ല? നിനക്ക് മനസ്സിലായില്ല? എടാന്ന് പിന്നെ ചെറുക്കാന്ന് വിളിച്ചത് നിങ്ങൾ കുടിച്ചോണ്ട് വന്ന ആരാ കുടിച്ചോണ്ട് വന്ന് വിചാരിച്ചെന്ന്? ഈ കൊല്ലത്തില തപ്പി ഇട്ടിട്ട് കുടിച്ചോണ്ട് വന്നെ. അപ്പൊ ഇവിടത്തെ പ്രാങ്ക് കുഴപ്പമില്ല, നമ്മള് വിജയിച്ചു. അവിടെ എന്താ വണ്ടി ബ്ലോക്കാ? സെറ്റ്. അതാര്? അങ്ങനെ അവിടെ നിന്ന് നല്ല വറുത്തരച്ച കണവക്കറിയും ചോറൊക്കെ ഇങ്ങനെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത പരിപാടിക്കുള്ള പണിയാണ്. അപ്പോൾ അടുത്ത ലുക്ക് ഇതാണ്. എങ്ങനെ ഉണ്ട് നോക്ക്. കരിയൊക്കെ വരച്ച് സെറ്റായിട്ടുണ്ട്. എല്ലാവരും പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്തോട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ല, വലിയതായിപ്പോയി. അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ചുകൂടി റിമൂവ് ചെയ്തിട്ട് പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അത് അടിപൊളിയായിരിക്കും. ഇതിനെക്കാട്ടിയിട്ട് അടിപൊളിയായിരിക്കും എന്നുള്ളത് നമ്മുടെ എഡിറ്ററിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും പാർട്ട് 2 കാണാം.